PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാളെ നടക്കാൻ പോകുന്ന 10th പ്രിലിംസിനും മേട്രൺ പരീക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു മെഗാ റിവിഷൻ ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു സെലക്ട് ചെയ്തേക്കുന്ന മുഴുവൻ ഭാഗങ്ങളും നാളെ ചോദിക്കാൻ, നാളെ അല്ലെങ്കിൽ 15-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിലേറ്റഡ് ഫാക്റ്റുകളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഉറപ്പായിട്ടും ചോദിക്കും. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഭാഗങ്ങൾ പഠിച്ചിട്ട് തന്നെ വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC ക്രൗണ്ട് ബെസ്റ്റ് വിഷസ് നേരുകയാണ്. എല്ലാവരും സമാധാനപൂർവ്വം പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് പരീക്ഷ ഹാളിൽ നല്ല രീതിയിലുള്ള കോൺഫിഡൻസോടുകൂടി ടെൻഷനൊന്നും അടിക്കാതെ അഭിമുഖീകരിക്കുക. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാട്രന്റെ സ്റ്റഡി മെറ്റീരിയൽസോ അതുപോലെ കമ്പനി ബോർഡ് LGSന്റെ ക്ലാസ്സുകൾ 200 ഡേ ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 8-ാം തീയതി പരീക്ഷ കഴിയുമ്പോൾ 9-ാം തീയതി മുതൽ കമ്പനി ബോർഡ് LGSന്റെ 200 ഡേ ചാലഞ്ചിന്റെ ഭാഗമാകുക. കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത ലക്ഷ്യം നമ്മുടെ കമ്പനി ബോർഡ് LGS ആയിരിക്കും കേട്ടോ. കമ്പനി ബോർഡ് LGSന്റെ 200 ഡേ ചാലഞ്ചിൽ എല്ലാവരും ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കുറച്ച് വൈറ്റമിൻസും അതുമൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങളും അതിന്റെ ലക്ഷണങ്ങളെയും ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ വൈറ്റമിൻ എ ആണ് കേട്ടോ. വൈറ്റമിൻ എ എന്താ? നിശാന്തത. വൈറ്റമിൻ എ നിശാന്തതയാണ്. അപ്പൊ നിശാന്തത എന്ന് പറഞ്ഞ എന്താ? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥ. മങ്ങിയ പ്രകാശത്തില് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ ബി എന്താ? വൈറ്റമിൻ ബി വായ്പുണ്ണാണ്. എന്താണ്? വായ്പുണ്ണ്. വായിലെ വ്രണങ്ങളാണ് അല്ലെ. വായ്പുണ്ണ് എന്താ? വായിലെ വ്രണങ്ങളാണ്. ഇനി വൈറ്റമിൻ സി എന്താ? സ്കേർവി. വൈറ്റമിൻ സി സ്കേർവി ആണ്. മോണയിലെ പഴുപ്പും രക്തസ്രാവവും. മോണയിലെ പഴുപ്പും രക്തസ്രാവവും. ഇനി വൈറ്റമിൻ ഡി എന്താ? കണ. കണയെ എന്തെന്നും വിളിക്കുന്നു? റിക്കറ്റ്സ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ റിക്കറ്റ്സ് എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ റിക്കറ്റ്സ് എന്നായിരിക്കും ഉണ്ടാകുക. റിക്കറ്റ്സ് എന്നും പറയുന്നുണ്ട്, കണ എന്നും പറയുന്നുണ്ട്. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നതാണ് ഏത്? റിക്കറ്റ്സ്. ഇനി ഇരുമ്പ് എന്താ? അനീമിയ അല്ലെ. ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ. രക്തക്കുറവും വിളർച്ചയുമാണ് രോഗലക്ഷണമായിട്ട് വരിക. അപ്പൊ വേണം ഇങ്ങനെയും ചോദിക്കാം, രക്തക്കുറവും വിളർച്ചയും താഴെ പറയുന്നതിൽ ഏത് പോഷക ഘടകത്തിന്റെ അപര്യാപ്ത മൂലമാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതിന്റെയാ? ഇരുമ്പിന്റെ അപര്യാപ്ത മൂലമാണെന്ന് ഓർത്തിരിക്കുക. ദെൻ അയഡിൻ. അയഡിൻ എന്തിന്റെ അപര്യാപ്ത രോഗം ഏതാ? ഗോയിറ്റർ ആണ്. ഏതാണ്? ഗോയിറ്റർ. തൊണ്ടയിലെ മുഴ അല്ലെ. രോഗലക്ഷണം എന്താ? തൊണ്ടയിലെ മുഴ. അപ്പോ വൈറ്റമിൻ എ നിശാന്തത, വൈറ്റമിൻ ബി വായ്പുണ്ണ്, വൈറ്റമിൻ സി സ്കേർവി, വൈറ്റമിൻ ഡി കണ, ഇരുമ്പ് അനീമിയ, അയഡിൻ ഗോയിറ്റർ. നെക്സ്റ്റ് നോക്കാം. ഇനി കുറച്ച് ധാതു ലവണങ്ങളും അതിന്റെ ഉപയോഗവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിറമാണ്. ഇരുമ്പ് എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണം. ഇനി കാൽസ്യവും ഫോസ്ഫറസും എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും. ഇനി സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. എന്താണ് സോഡിയം ചെയ്യുന്നത്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുകയാണ് ചെയ്യുക. ഇനി അയഡിനോ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണം, കാൽസ്യവും ഫോസ്ഫറസും എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും, സോഡിയം ശരീരത്തിലെ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന്, അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും. ഇനി നമുക്ക് അടിസ്ഥാന അളവുകളും അതിന്റെ പേരും അതിന്റെ പ്രതീകവും ഒന്ന് നോക്കാം. ഇത് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. നീളം. നീളത്തിന്റെ SI യൂണിറ്റ് എന്താ വരിക? മീറ്റർ ആണ് അല്ലെ. എന്താണ് നീളം? മീറ്റർ ആണ്. അതിന്റെ പ്രതീകോ M എന്ന് ഡിനോമിനേറ്റ് ചെയ്യുന്നു. മാസ് ആണെങ്കിൽ കിലോഗ്രാം. മാസ് ആണെങ്കിൽ എന്താണ്? കിലോഗ്രാം. then സമയമാണെങ്കിലോ സെക്കൻഡ്. വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിന്റെ അളവ് മോള്, പ്രകാശ തീവ്രത കാൻഡില. അപ്പൊ ഏതൊക്കെയാണ്? നീളം മീറ്റർ, മാസ് കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിന്റെ അളവ് മോള്, പ്രകാശ തീവ്രത കാൻഡില. ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ അറിയാത്തവരോട് ഇപ്പൊ തന്നെ പഠിച്ചു പൊക്കോളനെ. ഇനി ഓരോ ദർപ്പണവും അതിന്റെ സ്ഥാനവും അത് പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളെ നമുക്ക് ചോദിക്കാം. ഇതും പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചു തന്നിട്ടുണ്ട്. സമതല ദർപ്പണം എന്താണ് സവിശേഷത? ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിൽ തുല്യമായി ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നു. പ്രതിബിംബം മിഥ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ വലിപ്പത്തിലുമായിരിക്കും. അപ്പൊ സമതല ദർപ്പണം എന്താ? ദർപ്പണത്തിൽ നിന്ന്
വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യമായി ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നു. പ്രതിബിംബം മിഥ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ വലിപ്പത്തിലുള്ളതായിരിക്കും. അത് എന്താണ് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭം? മുഖം നോക്കാൻ, സമതല ദർപ്പണം മുഖം നോക്കാനായി പ്രയോജനപ്പെടുത്തുന്നു. ഇനി കോൺവെക്സ് ദർപ്പണമാണെങ്കിലോ പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിന് പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. പ്രതിബിംബം ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. അപ്പൊ എന്തൊക്കെയാ പ്രത്യേകത കോൺവെക്സിന്റെ? പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുകയും പ്രതിബിംബം ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രയോജനപ്പെട്ട സന്ദർഭം എന്ന് പറഞ്ഞാൽ റിവ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി കോൺകേവ് ദർപ്പണം എങ്ങനെയായിരിക്കും? വളരെ അകലെയുള്ള പ്രകാശരശ്മികൾ മുഖ്യ ഫോക്കസിനെ കേന്ദ്രീകരിക്കുന്നു അല്ലെ. കോൺകേവ് ദർപ്പണം എന്താ? വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് കോൺകേവ് ദർപ്പണം ചെയ്യുന്നത്. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത്. സോളാർ കുക്കറുകളിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് കോൺകേവ് ദർപ്പണം? മറ്റൊരെണ്ണോ മുഖ്യ ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികൾ സമാന്തരമായി അകത്തേക്ക് പ്രതിഫലിക്കുന്നു. സെർച്ച് ലൈറ്റ്, ടോർച്ച് ലൈറ്റ് എന്നിവയൊക്കെ ഉപയോഗിക്കുന്നു. ഇനി കോൺകേവ് ദർപ്പണം എന്താണ്? മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ വളരെ വലുപ്പത്തിൽ നിവർന്നുമായി പ്രതിബിംബം രൂപീകരിക്കുന്നു. ഷേവിംഗ് മിറർ, ഡെന്റിസ്റ്റുകളുടെ കയ്യിലിരിക്കുന്ന മിറർ എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? കോൺകേവ് ദർപ്പണമാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി കുറച്ച് ഉപകരണങ്ങളും അതിന്റെ ഊർജ്ജ മാറ്റവും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഇലക്ട്രിക് ബൾബ് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമായും താപോർജ്ജമായും മാറ്റുന്നു. എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിക് ബൾബില് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജവുമാക്കുന്നു. എന്താണ്? ഇലക്ട്രിക് ബൾബ് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജവുമാക്കുന്നു. ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കുന്നു. വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കുന്നു. ഇനി സ്റ്റോറേജ് ബാറ്ററി ആണെങ്കിലോ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. സ്റ്റോറേജ് ബാറ്ററി രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. മിക്സി ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കുന്നു. മിക്സി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഈ ഹീറ്റർ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കുന്നു. ഹീറ്ററാണ് എന്ത് ചെയ്യുന്നു? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കുന്നു. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഇലക്ട്രിക് ബൾബ് ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നു. ഇൻഡക്ഷൻ കുക്കർ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കുന്നു. സ്റ്റോറേജ് ബാറ്ററി രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. മിക്സി ആണെങ്കിൽ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഹീറ്റർ ആണെങ്കിൽ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കിയും മാറ്റുന്നു എന്ന് ഓർക്കുക കേട്ടോ. ഇനി കുറച്ച് ബാക്ടീരിയ രോഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുഷ്ഠം, ടൈറ്റ്നസ്, വില്ലൻ ചുമ, മെനഞ്ചൈറ്റിസ്, ഗൊണോറിയ, കോളറ, മൾട്ടാപ്പനി, എലിപ്പനി, പ്ലേഗ്, ടൈഫോയിഡ്, സിഫിലിസ്, ആന്ത്രാക്സ്, ബോട്ടുലിസം, ക്ഷയം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം, വൈറസ് രോഗം, ഫംഗസ് രോഗം ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ബാക്ടീരിയ രോഗം പഠിച്ചു വെക്കുവാണെങ്കിൽ കൂട്ടത്തിൽ പെടാത്തതായിട്ട് നമുക്ക് ബാക്കി രോഗങ്ങളെ കണ്ടുപിടിക്കാം. കുഷ്ഠം, ടൈറ്റ്നസ്, വില്ലൻ ചുമ, മെനഞ്ചൈറ്റിസ്, എന്താണ് ഗൊണേറിയ, കോളറ, മൾട്ടാപ്പനി, പ്ലേഗ്, ടൈഫോയിഡ്, എലിപ്പനി, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, ബോട്ടുലിസം, ക്ഷയം ഒക്കെ എന്താണ്? ഇതൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് രോഗങ്ങളും അതിന്റെ കാരണവും എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒന്ന് പ്രമേഹമാണ്. പ്രമേഹത്തിന്റെ കാരണം എന്താ? ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യവുമാണ്. പ്രമേഹം ഒന്നെങ്കിൽ ഇൻസുലിന്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമായിരിക്കും. ഫാറ്റി ലിവർ ആണെങ്കിലോ കരളിൽ കൊഴുപ്പ് അടിഞ്ഞത് കൂടെ ഇടയാകുന്നത്. ഫാറ്റി ലിവർ കരളില് കൊഴുപ്പ് അടിഞ്ഞു കൂടിയത് മൂലം ഉണ്ടാകുന്നതാണ് ഫാറ്റി ലിവർ. പക്ഷാഘാതമാണെങ്കിലോ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നു, രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുകയും രക്തപ്രവാഹം എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇനി അമിത രക്തസമ്മർദ്ദം എങ്ങനെയാ? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നു. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നു. ഇനി ഹൃദയാഘാതം എങ്ങനെയാ? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊളോമന ധമനികളുടെ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അപ്പോ ഓരോന്ന് നോക്കണം. പ്രമേഹം ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യവുമാണ്. ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുവാൻ ഇടയാക്കുന്നു. പക്ഷാഘാതം മസ്തിഷ്ക രക്തക്കുഴലുകൾ പൊട്ടുകയും രക്തസ്രാവം തടസ്സപ്പെടുകയും ചെയ്യുന്നു. അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നു. ഹൃദയാഘാതം ഇനി ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളുടെ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്നു എന്ന് ഓർക്കുക കേട്ടോ. ഇനി കുറച്ച് രോഗകാരികളും രോഗവും നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ബാക്ടീരിയ ആണ്. നെൽച്ചെടിയിൽ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. ബാക്ടീരിയ എങ്ങനെയാണ്? നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും വഴുതനയിലെ വാട്ടരോഗവും. ഇനി വൈറസ് ആണെങ്കിലോ പയർ, മരച്ചീനി എന്നിവയിലെ മൊണക്സ് രോഗവും വാഴയിലെ കുറുനാമ്പ് രോഗവുമാണ് വൈറസ്. ഫംഗസ് ആണെങ്കിലോ കുരുമുളകിന് ദ്രുതവാട്ടവും തെങ്ങിന്റെ കൂമ്പ് ചീലവും ഒക്കെ ആണെങ്കിൽ അത് എന്ത് സംഭവിക്കുന്നതായിരിക്കും? അത് ഫംഗസ് ആയിരിക്കും എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ബാക്ടീരിയ നെൽച്ചെടിയിലെ പ്ലേറ്റ് രോഗം, വഴുതനിലെ വാട്ടരോഗമാണ്.
വൈറസ്, പയർ, മരച്ചീനി എന്നിവയിലെ മോണോസ് രോഗവും വാഴയിലെ കുറുനാമ്പ് രോഗവുമാണ്. ഫംഗസ് ആണ് കുരുമുളകിന്റെ വിറുതവാട്ടവും തെങ്ങിന്റെ കൂമ്പ് ചീയലുമായിരിക്കും. ദെൻ കുറച്ച് രോഗവും അതിന്റെ കാരണവും നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ അൾഷിമേഴ്സ് ആണ് കേട്ടോ. അൾഷിമേഴ്സ് എങ്ങനെയാണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിലെ എന്താണ് ആലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നതാണ് ഏത്? അൾഷിമേഴ്സ്. അൾഷിമേഴ്സ് രോഗത്തിന്റെ കാരണം എങ്ങനെയാ? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നതാണ് അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. പാർക്കിൻസൺസ് എന്താ? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശവും തലച്ചോറ് ഡോപ്പോമിൻ എന്ന നാഡീ പ്രക്ഷേപണത്തിന് ഉത്പാദനം കുറയുന്നതുമാണ് പാർക്കിൻസൺസ് രോഗത്തിന് കാരണമാകുന്നത്. ദെൻ അപസ്മാരാണല്ലോ, തലച്ചോറ് തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരത്തിന് കാരണം കേട്ടോ. അപ്പൊ അൾഷിമേഴ്സ് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുകയും പാർക്കിൻസൺസ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശവും തലച്ചോറ് ഡോപ്പോമിൻ എന്ന നാഡീയ പ്രക്ഷേപത്തിന്റെ ഉത്പാദനം കുറയുന്നതും അപസ്മാരമാണ് തലച്ചോറ് തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് അപസ്മാരത്തിനും കാരണമാകുന്നു. ഇനി നമുക്ക് കുറച്ച് വർഷങ്ങൾ പരിചയപ്പെടാം. ഈ വർഷങ്ങൾ എന്തായാലും ചോദിക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. താഴെ പറയുന്ന കാലക്രമത്തിലാക്കാൻ ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാ? 1793 മുതൽ 1797 വരെ പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവം നയിച്ചത് ആരാ? പഴശ്ശിരാജ. 1800 മുതൽ 1805 വരെയാണെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം. 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി വിപ്ലവം. 1809 എന്താ? കുണ്ടറ വിളംബരം. ആരാ നടത്തിയത്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. എന്നാ കുണ്ടറ വിളംബരം നടത്തിയേ? ഈ ആയുധമെടുത്ത് എന്താണ് പോരാടാനായിട്ടാണ് കുണ്ടറ വിളംബരം ആഹ്വാനം ചെയ്യുകയാണ് വേലുത്തമ്പി ദളവ ചെയ്തത്. 1812 കുറിച്യ കലാപം. 1891 മലയാളി മെമ്മോറിയൽ GP പിള്ള. 1896 ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു. 1917 തളിക്ഷേത്ര പ്രക്ഷോഭം. KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, C കൃഷ്ണൻ എന്നിവരാണ് തളിക്ഷേത്ര പ്രക്ഷോഭത്തിൽ വരുന്നത്. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം. ആരൊക്കെയാ? PK മാധവൻ, NV ജോസഫ്, AJ ജോൺ. 1919 പൗരത്വവാദ പ്രക്ഷോഭം. PK മാധവൻ, NV ജോസഫ്, AJ ജോൺ. ദെൻ 1921 വാഗൻ ട്രാജഡി. 1921 വാഗൻ ട്രാജഡി. 1924 വൈക്കം സത്യാഗ്രഹം. TK മാധവൻ, CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, KP കേശവമേനോൻ. അതൊക്കെ 1921 വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ദെൻ 1926 ശുചീന്ദ്രം സത്യാഗ്രഹം. ME നായിഡു, H പെരുമാൾ പണിക്കർ, ഗാന്ധിദാസ്, PC താണുമാലയ പെരുമാൾ എന്നിവരൊക്കെയാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൽ വരിക. എന്നത് 1926. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. ആരൊക്കെയാ? K കേളപ്പനും മന്നത്തു പത്മനാഭനുമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. 1932 നിവർത്തന പ്രക്ഷോഭം. C കേശവൻ, PK വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടത്. ദെൻ 1936 വൈദ്യുതി പ്രക്ഷോഭം. AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഇയുണ്ണി എന്നിവരാണ് വൈദ്യുതി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടത്. ദെൻ 1938 കടക്കൽ പ്രക്ഷോഭം. രാഘവൻ പിള്ള. കടക്കൽ പ്രക്ഷോഭം ആരുമായി ബന്ധപ്പെട്ടതാ? രാഘവൻ പിള്ളയുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ 1938 കല്ലറ പാങ്ങോട് സമരം. കല്ലറ പാങ്ങോട് സമരം കൊച്ചാപ്പി പിള്ള, പട്ടാളം കൃഷ്ണൻ എന്നിവരാണ് കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ടത്. ദെൻ 1946 പുന്നപ്ര വയലാർ സമരം. K ശങ്കരനാരായണൻ നമ്പി, TV തോമസ്, സുഗതൻ, CK കുമാരപ്പണിക്കറൊക്കെയാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടത്. ദെൻ 1946 കരിവെള്ളൂർ സമരം. ആരാ? AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ എന്നിവരാണ് കരിവെള്ളൂർ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ. ദെൻ 1946 തോൽവിറക് സമരം. കാർത്യായനി അമ്മ. കാർത്യായനി അമ്മ തോൽവിറക് സമരം. ദെൻ 1946 കൂട്ടംകുളം സമരം. കൂട്ടംകുളം സമരത്തിൽ ആരാ? കാട്ടുപറമ്പൻ, PC കറുമ്പ, PK കുമാരൻ മാസ്റ്റർ, KV ഉണ്ണി, P ഗംഗാധരൻ, PK ചാത്തൻ മാസ്റ്റർ, ശാരദാ കുമാരൻ തുടങ്ങിയവരാണ് കൂട്ടംകുളം സമരത്തിൽ വരുന്നത്. ദെൻ 48 മാഹി വിമോചന സമരം. AK കുമാരൻ മാസ്റ്റർ. അപ്പോ വർഷം മസ്റ്റ് ആയിട്ടും പഠിക്കുക. 1993 97 കാലഘട്ടങ്ങളിൽ ഒന്നാം പഴശ്ശി വിപ്ലവവും, 800 805 കാലഘട്ടങ്ങളിൽ രണ്ടാം പഴശ്ശി വിപ്ലവവും, 1809 കുണ്ട്ര വിളംബരവും, 1812 കുറിച്യ കലാപവും, 1891 മലയാളി മെമ്മോറിയലും, 1896 ഈഴവ മെമ്മോറിയലും,
1917 തളിക്ഷേത്ര പ്രക്ഷോഭവും 1919 പൗരസമാപ്തവാദ പ്രക്ഷോഭവും 1921 വാഗൺ ട്രാജഡിയും 1924 വൈക്കം സത്യാഗ്രഹവും 1926 ശുചീന്ദ്രം സത്യാഗ്രഹവും 1931 ഗുരുവായൂർ സത്യാഗ്രഹവും 1932 നിവർത്തന പ്രക്ഷോഭവും 1936 വൈദ്യുതി പ്രക്ഷോഭവും 1938 കടക്കൽ പ്രക്ഷോഭവും 1937 പാങ്ങോട് കല്ലറ പാങ്ങോട് സമരവും 1946 പുന്നപ്പറ വയലാർ സമരവും 1946 കരിവള്ളൂർ സമരവും 1946 തോൽവിറക് കൂടംകുളം സമരവും 1948 മാക്കി വിമോചന സമരവും നടന്നു. ഇനി നമുക്ക് ദേശീയപാത 1 മുതൽ പഠിക്കണം. അപ്പൊ ദേശീയപാത 1 ഗംഗാ നദിയിലെ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, ദേശീയപാത 2 ബ്രഹ്മപുത്രയിലെ സാദിയ മുതൽ ദുബ്രി വരെ, ദേശീയപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാല്, ദേശീയപാത 4 ഗോദാവരി കൃഷ്ണ നദികളിൽ ചേർന്ന കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാല്, ദേശീയപാത 5 പൂർവ്വതീര കനാലായിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദിയുള്ള വ്യവസ്ഥ. അപ്പൊ ഏതൊക്കെയാണ് ദേശീയപാത 5 ദേശീയപാത 1 ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, ദേശീയപാത 2 ബ്രഹ്മപുത്ര നദിയിലെ സാദിയ മുതൽ ദുബ്രി വരെ, ദേശീയപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാല്, ദേശീയപാത 4 ഗോദാവരി കൃഷ്ണ നദികളിൽ ചേർന്ന കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാല്, ദേശീയപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധപ്പെട്ട ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദിയുടെ വ്യവസ്ഥ. ദെൻ നെക്സ്റ്റ് വൺ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനികൾ, വിവിധ തരത്തിലുള്ള കമ്പനികളും അതിന് സഹായം നൽകിയ രാജ്യങ്ങളും അതിന്റെ സവിശേഷതയും എന്തെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതും ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെ സ്ഥിതി ചെയ്യുന്നേ? ജംഷഡ്പൂർ, ജാർഖണ്ഡിലെ ജംഷഡ്പൂർ. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടി, അതെവിടെയാണ്? ഹീരാപൂറിലാണ്. പൊതുമേഖലയിൽ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദെൻ വീരേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്കേഴ്സ് ലിമിറ്റഡ്, ഭദ്രാവതി, കർണാടകയിലെ ഭദ്രാവതി. എവിടെയാ? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണത് അല്ലെ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് 1959 റഷ്യയിലെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സുന്ദർഗഡ് 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ പശ്ചിമ ബംഗാളിലെ 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബെക്കാറോ, അതെവിടെയാ? ബെക്കാറയിലാണ് 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. അപ്പൊ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണിത്. അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഏതാണ്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടി ബൺപൂർ ഹിരാപൂർ ആണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. വീരേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്കേഴ്സ് ലിമിറ്റഡ് എങ്ങനെയാ? ഭദ്രാവതിയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് ദുർഗാപൂറിലാണ് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിക്കപ്പെട്ടത്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റുക്കേലയാണെങ്കിൽ ദുർഗാഗഡ് ആണ് 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂറിലാണ് 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ആണല്ലോ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. ഇനി നമുക്ക് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും അതിപ്രധാനപ്പെട്ട വിളകളെയും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ കാർഷിക കാലങ്ങളെ 3 തരംതിരിക്കുന്നു അല്ലെ. ഏതൊക്കെയാണ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്? ഖാരിഫ്, റാബി, സയ്ദ്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സയ്ദ്. അപ്പൊ ഖാരിഫ് ആണെങ്കിൽ വിളയിറക്കൽ കാലം ജൂൺ മാസമാണ്. വിളവെടുപ്പാണെങ്കിലോ നവംബർ മാസത്തിലാണ്. പ്രധാനപ്പെട്ട വിളകള് നെല്ല്, ചോളം, പരുത്തി, തിനവിള, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട വിളകള്. അപ്പോ ഖാരിഫ് ജൂൺ മാസത്തിലാണ് വിളയിറക്കല്. വിളവെടുപ്പ് നവംബർ മാസത്തിലാണ്. നെല്ല്, ചോളം, പരുത്തിനവിള, ചണം, കരിമ്പ്, നിലക്കടല ഒക്കെയാണ് പ്രധാനപ്പെട്ട വിളകള്. റാബി ആണെങ്കിലോ നവംബർ മധ്യമാണ് വിളയിറക്കുന്നത്. വിളവെടുക്കുന്നത് മാർച്ചിലാണ് കേട്ടോ. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വിളകള്. ഇനി സയ്ദ് ആണെങ്കിലോ മാർച്ചിലാണ് വിളയിറക്കൽ കാലം. വിളവെടുപ്പ് നടക്കുന്നത് ജൂണിലാണ്. പഴങ്ങളും പച്ചക്കറികളുമാണ് സയ്ദില് വരിക. അപ്പൊ ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ എത്രയുണ്ട്? 3 ഉണ്ട് അല്ലെ. ഇത് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഒരു കോഡ് പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ഓർക്കുക. ഖാരിഫ് നമ്മുടെ സുഹൃത്താണ്. അപ്പൊ ആരാണ് ഖാരിഫ്? ഖാരിഫ് നമ്മുടെ സുഹൃത്താണ്. ഒരു ദിവസം ഖാരിഫ് അവന്റെ വീട്ടിലേക്ക് ചോറ് തിന്നാനായിട്ട് നമ്മളെ ക്ഷണിക്കുന്നു. അപ്പൊ ചോറ് തിന്നാൻ, അപ്പൊ ചോറ്, ചോളം, തിന്നാൻ, തിനവിളകൾ. ഓക്കെ, ചോറ് തിന്നാനായിട്ട് ക്ഷണിക്കുന്നു. ചോറ് തിന്നാനായിട്ട് ക്ഷണിക്കുകയാണല്ലേ നമ്മളെ. അപ്പൊ ചോറ് എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നേ? നെല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നെല്ല്. അപ്പൊ ചോറ്, ചോളം, നെല്ല്. ചോറ് എന്താ ഉണ്ടാക്കുന്നത്? നെല്ലിൽ നിന്ന്. അപ്പൊ നെല്ല്,
തിന്നാൻ തിനവിളകൾ. ഓക്കെ, 3 അപ്പൊ നമ്മൾ ഗാരിഫിന്റെ ക്ഷണപ്രകാരം വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ അവനൊരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാൻ നൽകുന്നു. കരിമ്പിൻ ജ്യൂസാണ് കുടിക്കാനായിട്ട് നൽകിയത്. അപ്പൊ കരിമ്പ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ട് അവൻ എന്ത് പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് വിളിക്കുന്നു. എന്നിട്ടൊരു ചണച്ചാക്ക് എടുത്ത് നിലത്ത് വിരിക്കുന്നു. ചണം, ചാക്ക്, ചണം, നിലത്ത് വിരിക്കുന്നു നിലക്കടല. എന്നിട്ട് അവൻ നമുക്ക് ചോറ് വിളമ്പുന്നു. ചോറിന്റെ കൂടെ പരിപ്പ് കറി നൽകുന്നു. അപ്പോ പരിപ്പ് കറി, പരുത്തി. അപ്പൊ പരുത്തി, നിലക്കടല, ചോളം, നെല്ല്, അതുപോലെ തന്നെ എന്താണ്, കരിമ്പ്, തിനവിളകള്, പരുത്തി തുടങ്ങിയവയ്ക്ക് എന്താണ്, ഇതൊക്കെ ഖാരിഫ് വിളകളാണ്. സൈദ് പഴങ്ങളും പച്ചക്കറികളും ആണെന്ന് ഓർത്തിരിക്കുക. ഈ സ്റ്റോറിയിൽ വരാത്ത വിളകളും പഴങ്ങളും പച്ചക്കറികളിൽ പെടാത്തതും ഒക്കെ എവിടെ വരും? അതൊക്കെ റാബിയിലും പെടുമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതാണ് ക്ലൂ. പറ്റുന്നവരുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ക്ലൂ ഓർത്തിരിക്കുക. അല്ലാത്ത അറിയുന്നവരുണ്ടെങ്കിൽ അത് അങ്ങനെ പഠിച്ചു വെച്ചാലും മതിയാകും കേട്ടോ. ഇനി നമുക്ക് നദികളും അതിന്റെ പ്രധാനപ്പെട്ട ഉത്ഭവസ്ഥാനവും പ്രധാന പോഷക നദികൾ 1-2 പോഷക നദികളും പ്രധാനമായിട്ട് ചോദിക്കുന്നു പഠിക്കാം. ഇത് കൂടുതൽ പോഷക നദികളുണ്ട്, പക്ഷെ ചോദിക്കുന്ന ജസ്റ്റ് ഒന്ന് പഠിക്കാം. മഹാനദി മൈക്കലാ നിരകൾ അവിടെയാ മധ്യപ്രദേശിലെ മൈക്കലാ നിരകളാണ് കേട്ടോ. 857 കിലോമീറ്റർ ആണ് ഏകദേശം നീളം വരിക. ഇബ്, ടെൽ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഗോദാവരി പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 1465 കിലോമീറ്റർ ആണ് ഏകദേശം ദൂരം. ഇന്ദ്രാവതിയും ശബരിയുമാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. കൃഷ്ണ പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. 1400 കിലോമീറ്റർ ആണ് ഏകദേശം നീളം. ഭീമ, തുംഗഭദ്ര എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ദെൻ കാവേരി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന്, കർണാടകയിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 800 കിലോമീറ്റർ ആണ് ഏകദേശം നീളം. കബനി, അമരാവതിയാണ് പ്രധാനപ്പെട്ട കാവേരിയുടെ പോഷക നദികൾ. നർമ്മദയാണെങ്കിൽ മൈക്കലാ നിരകൾ, ഛത്തീസ്ഗഡിലെ മൈക്കലാ നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 1312 കിലോമീറ്ററിലാണ് ഏകദേശം നീളം വരുന്നത്. ഹിരൺ, ബെഞ്ചൻ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇനി താപ്തി, മുൻതായ് പീഠഭൂമി, മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 724 കിലോമീറ്റർ ആണ് ഏകദേശം നീളം വരുന്നത്. ആനാർ, ഗീർണ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ കേട്ടോ. അപ്പോ മഹാനദി മൈക്കലാ നിരകളിൽ നിന്ന്, ഗോദാവരി പശ്ചിമഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന്, കൃഷ്ണ നദി പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന്, കാവേരി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന്, നർമ്മദ മൈക്കലാ നിരകൾ ഛത്തീസ്ഗഡിലെ മൈക്കലാ നിരകളിൽ നിന്ന്, മുൻതായ് പീഠഭൂമി മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. അപ്പൊ നമ്മൾ ഉപദ്വീപ് നദികളെ നോക്കി. ഇനി നമുക്ക് ഹിമാലയൻ നദികളെ ഒന്ന് പരിചയപ്പെടാം. സിന്ധു നദി, ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഏകദേശം 2880 കിലോമീറ്റർ ആണ് നീളം. 709 കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്നു. ജലം പ്രധാനപ്പെട്ട നദിയാണ് കേട്ടോ. അറബിക്കടലിലാണ് പതിക്കുന്നത്. ഗംഗാ നദി, ഗംഗോത്രി ഹിമാനിയിലെ ഗോമു ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഏകദേശം 2500 കിലോമീറ്റർ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബ്രഹ്മപുത്ര, ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ച് 2900 കിലോമീറ്റർ ഒഴുകുന്നു. 725 കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് കേട്ടോ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പൊ ഉപദ്വീപി ഹിമാലയ നദികളിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവ, അറബിക്കടലിൽ പതിക്കുന്നവ അറിയാനായിട്ട് ഒരു ക്ലൂ പറഞ്ഞു തരാം. സിമ്പിൾ ക്ലൂ ആണ്. ഇതിനു മുമ്പ് ഒരുപാട് തവണ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീണ്ടും പറയുന്നത്. അതായത് ഇതിൽ നിന്ന് ഹിമാലയ ഉപദ്വീപ് നദികളിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. താഴെ പറഞ്ഞ നദികളിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഏത്, അതുപോലെ തന്നെ അറബിക്കടലിൽ പതിക്കുന്നത് ഏത്? അപ്പൊ ഒരു ക്ലൂ പറയാം. സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തി, സിന്ധു ചേച്ചിക്ക് നർമ്മത്തിൽ സംസാരിക്കാനും അറിയാം, എല്ലാവരെയും താത്തിക്കെട്ടി സംസാരിക്കാനും അറിയാം. സിന്ധു ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് അറബിയാണ്. അപ്പൊ സിന്ധു എന്ന നദി നർമ്മത്തിൽ സംസാരിക്കുക, നർമ്മദ താത്തിക്കെട്ടി സംസാരിക്കുക, താപ്തി. സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്നത് അറബിയാണ്. സിന്ധു, നർമ്മദ, താപ്തി എന്നീ നദികൾ പതിക്കുന്നത് അറബിക്കടലിലാണ്. സിന്ധു, നർമ്മദ, താപ്തി ഒഴികെ ബാക്കി എല്ലാ ഹിമാലയ ഉപദ്വീപി നദികളും പതിക്കുന്നത് എവിടെയാ? ബംഗാൾ ഉൾക്കടലിലുമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ലിപ്ലു ലേക്ക്, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ലിപ്ലു ലേക്ക് അവിടെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില, ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. സോജില, ശ്രീനഗർ, കാർഗില്. നാദുല, സിക്കിം, ടിബറ്റ്. അപ്പൊ ലിപ്ലു ലേക്ക് എന്താ? ഉത്തരാഖണ്ഡ്, ടിബറ്റിനെയും, ഷിപ്കില, ഹിമാചൽ പ്രദേശ്, ടിബറ്റിനെയും, സോജില, ശ്രീനഗർ, കാർഗിലിനെയും, നാദുല, സിക്കിം, ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വി പി മേനോനെ കുറിച്ച് നോക്കാം. 1891 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിക്കുന്നു.
സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനോടൊപ്പം നാട്ടുകാരെ സംയോജിച്ച് നിർണായക പങ്കുവച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ VP മേനോൻ. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദി ട്രാൻസ്ഫർ ഓഫ് ദ പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്, അതുപോലെ പവർ ഓഫ് ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? VP മേനോൻ ആണെന്ന് ഓർത്തിരുന്നോ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത്. ഇനി പ്രധാനപ്പെട്ട പത്രങ്ങളും സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാന്മാർ. കുഞ്ഞാലി മരയ്ക്കാന്മാർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന നാവികപ്പട തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാന്മാർ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയായിരുന്നു അവരുടെ ആസ്ഥാനം. അവരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയായിരുന്നു. ഇവർ 4 പേരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് കേട്ടോ. പഠിച്ചോളനെ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരുന്നോളൂ കേട്ടോ. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചു. കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം. 1666 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി. അപ്പൊ എന്നാണ് അവർ തുരത്തിയത്? 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ 1741 കുളച്ചി യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ അടുത്ത പോയിന്റ് ഓർത്തിരിക്കുക. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ 1721 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയിട്ട് അവർക്ക് കേരളം വിട്ടുപോകേണ്ടി വന്നു. കുളച്ചൽ യുദ്ധം നടന്ന എന്നാ? 1741. പഠിച്ചോളണോട്ടോ. എന്നാ? 1741 തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യ വ്യാപക കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പൊ ആരൊക്കെ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നേ? ഇപ്പൊ തന്നെ പഠിച്ചോണം. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ആരൊക്കെ തമ്മിലാ? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പിന്നീട് വിഴിഞ്ഞവും തലശ്ശേരിയും അഞ്ചുതെങ്ങിലും പണ്ടകശാലകൾ ആരംഭിക്കുന്നതിന് അനുമതി കമ്പനി കരസ്ഥമാക്കി. അപ്പൊ എവിടെയൊക്കെയാണ് ആദ്യകാലങ്ങളിൽ പണ്ടകശാലകൾ നിർമ്മിച്ചേ? അഞ്ചുതെങ്ങിലും അതുപോലെ വിഴിഞ്ഞത്തും തലശ്ശേരിയിലും ഒക്കെ എന്താണ് ആദ്യകാലങ്ങളിൽ 1615 എന്താ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ കണ്ട് സംസാരിച്ച് ഇവിടെയൊക്കെ പണ്ടകശാല പണിയാനുള്ള അവകാശം നേടി. ദെൻ കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലും ഇത് മഹായുദ്ധമായിരുന്നില്ല. പക്ഷെ കേരളം, മലബാർ പിടിച്ചെടുക്കാവുന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധബലത്തിന് ശക്തമായ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യുദ്ധത്തിനുണ്ടായ ധാർമ്മിക നേട്ടവും. അപ്പൊ എന്താണ് ഇത്? സർദാർ KM പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന വാക്ക് ഒരു കോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് കുളച്ചൽ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആറ്റിങ്ങൽ തിരുവനന്തപുരം റാണിയിൽ നിന്നും അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി അഞ്ചുതെങ്ങ് മാറി. അഞ്ചുതെങ്ങ് ബ്രിട്ടീഷ് സൈനിക കേന്ദ്രങ്ങളിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായി പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നു. അപ്പൊ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാ? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പൊ ഓർത്തോളണം, 1721 എന്ത് നടന്നു? ആറ്റിങ്ങൽ കലാപം നടന്നു. ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത എന്താ? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം കേട്ടോ. ഇത് എവിടുന്ന്? തിരുവനന്തപുരമാണ് ഈ ആറ്റിങ്ങൽ ഉള്ളത്. അപ്പൊ ആറ്റിങ്ങൽ കലാപം നടന്നത് എന്താണ്? 1721 മൈസൂർ ഭരണാധികാരിയായിരുന്ന ബ്രിട്ടീഷുകാർ തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മൈസൂർ ഭരണാധികാരും ബ്രിട്ടീഷുകാരും തമ്മിൽ സന്ധി ഒപ്പിട്ടതെന്നാ 1792. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതരായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ മലബാറിൽ നേരിട്ട് കൊച്ചിയിലും തിരുവിതാംകൂറിലും
സമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. ചുരുക്കത്തിൽ 18ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും എന്തിന്റെ കീഴിലായി? ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായി. അപ്പൊ ആദ്യകാലങ്ങളിൽ മറ്റുള്ള വിദേശികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഒക്കെയാണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരികയും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. അപ്പൊ ഈ പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാരിൽ നിന്നൊക്കെ ഞങ്ങൾ സംരക്ഷണം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ ഇവരെന്ത് ചെയ്തു? ഇവര് ബ്രിട്ടീഷുകാര് കേരളത്തിന്റെ സ്വന്തമാ എന്ന രീതിയിൽ മറ്റുള്ള സാമന്ത രാജാക്കന്മാരെയും എല്ലാ ആളുകളെയും പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മുഴുവൻ സമ്പത്തും ഈ ബ്രിട്ടീഷുകാരുടെ കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് സത്യത്തിൽ ചെയ്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവര് ഇവിടെ വന്ന് സോപ്പിട്ട് ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ഇവരുടെ ലക്ഷ്യം, അന്തിമ ലക്ഷ്യം എന്തായിരുന്നു? എങ്ങനെയെങ്കിലും കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടി. രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി. നൂറ്റാണ്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിന്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈകടത്ത് അവർക്ക് ഇഷ്ടമായില്ല. അങ്ങനെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്നു. അപ്പൊ മറ്റുള്ള വിദേശ ശക്തികളിൽ നിന്ന് എങ്ങനെ ഞങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു വന്ന ബ്രിട്ടീഷുകാര് പതുക്കെ പതുക്കെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും പതുക്കെ പതുക്കെ എല്ലാവരുടെ സ്വാതന്ത്ര്യത്തെ കവർന്നു കെടുത്തുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം കൈവരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന് കാരണമായി തീരുകയും ചെയ്തു. അങ്ങനെ വന്നാണ് പഴശ്ശി കലാപം. ബ്രിട്ടീഷ് അധികാരത്തിന് മലബാറിൽ നിന്ന് ശക്തമായി ചെറുത്തുനിൽപ്പുകൾ നേതൃത്വം നൽകിയത്. മലബാറിൽ കോട്ടയം കുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജാണ്. അപ്പൊ അദ്ദേഹത്തിന് മുഴുവൻ പേരുടെ എന്താണ്? പഴശ്ശിരാജാവിന്റെ കേരളവർമ്മ പഴശ്ശിരാജ. മൈസൂർ ഭരണാധികാരിക്കെതിരെ ബ്രിട്ടീഷുകാർ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശം നികുതി പിടിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അധികാരം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ് ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെങ്കൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ട് കുറിച്ചുനേവ തലക്കൽ ചന്തു എന്നിവരായിരുന്നു പഴശ്ശിയെ സഹായിച്ചിട്ടുള്ള മറ്റുള്ള വ്യക്തികൾ. പോരാട്ടത്തിൽ 1805 നവംബർ 30 പഴശ്ശി രാജാവ് വധിക്കപ്പെട്ടു. അപ്പൊ 1805 നവംബർ 30 എന്ത് ചെയ്യുന്നത്? പഴശ്ശി രാജാവ് വധിക്കപ്പെട്ടത്. അപ്പൊ ആദ്യം എന്താണ്, ബ്രിട്ടീഷുകാർ പറഞ്ഞു കോട്ടയത്തിന്റെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജയ്ക്ക് നൽകാമെന്ന് പറയുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അവർ വാഗ്ദാനം പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, അമിതമായിട്ട് ആളുകൾ നികുതി പിരിക്കാൻ തുടങ്ങി. അത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിക്കാൻ കാരണമായി. രണ്ടാമത് വയനാടിന് മേൽ അധികാരം സ്ഥാപിച്ചു. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥതയിൽ പറഞ്ഞു തീർക്കുകയും ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുകയും ചെയ്തു. പിന്നീട് വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അധികാരം ഉന്നയിച്ചുകൊണ്ട് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുകയും 1805 നവംബർ 30 മാവിലം തോടിൽ വെച്ചിട്ട് പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർ വധിക്കുകയുമാണ് ചെയ്തത്. കേരള സിംഹം എന്ന് അറിയപ്പെട്ട പഴശ്ശി രാജാവിന് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. അപ്പൊ കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ആര്? പഴശ്ശി രാജ. ബ്രിട്ടീഷ് രേഖകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന് പറയുന്ന ചരിത്ര പ്രശസ്തമായിട്ടുള്ള നോവൽ രചിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കേരള സിംഹം ആരുടെ രചനയാണ്? സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേര് ചരിത്ര പ്രശസ്തമായിട്ടുള്ള നോവൽ എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശി രാജാവ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ നോവലില് പരാമർശിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. തിരുവിതാംകൂറിന്റെ കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെടുന്നതിനെ ദിവാൻമാരായിരുന്ന വേലുത്തമ്പിയും പാളിയത്തച്ഛനും പ്രതിഷേധിച്ചു. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ട്ര വിളംബരത്തിൽ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്തു. കുണ്ട്ര വിളംബരം ആരുമായി ബന്ധപ്പെട്ടതാണ്? വേലുത്തമ്പി ദളവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. എന്നാണ്? പഠിച്ചോണേ, 1809 ജനുവരി 11 എന്നാണ്. 1809 ജനുവരി 11. അപ്പൊ മേട്രൺ ഗ്രേഡ് 1 തസ്തികയിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ 10th പ്രിലിംസ് അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം. മേട്രന്റെ സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ മേട്രൺ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും. ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫേസിന് 10th പ്രിലിംസിന് നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏതൊക്കെ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രമാത്രം ചോദ്യങ്ങൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ. തിരുവിതാംകൂറിനെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡൻസ് മെക്ടറുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടികൊടുക്കുമെന്നായപ്പോൾ വേലുത്തമ്പി മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അദ്ദേഹം എവിടെ വെച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്? മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ശരീരം അദ്ദേഹത്തിന്റെ ശരീരം ബ്രിട്ടീഷുകാര് വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണൻ മൂലയിൽ കെട്ടിത്തൂക്കി പാളിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അപ്പൊ എവിടെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കെട്ടിത്തൂക്കിയത്? കണ്ണൻമൂല എന്ന് പറയുന്ന സ്ഥലത്താണ്.
പഴശ്ശിരാജ വേലുത്തമ്പി പാലിയത്തെ ചെന്നിട്ട് പരാജയപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടുവാഴിയുടെ എതിർപ്പ് അവസാനിച്ചു. എന്നാൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾ വീണ്ടും തുടർന്നു. ഭരണ നിയന്ത്രണം ഏറ്റെടുത്തോടെ ബ്രിട്ടീഷുകാർ അവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലേക്ക് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു. ഇതോടെ സ്വയം പര്യാപ്തത നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. കേരളം ലോകമെമ്പാടുത്തെ ഭാഗമായി മാറി. അപ്പൊ കയറ്റുമതി ചെയ്തിരുന്ന എന്തൊക്കെയാണ്? നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് കൊള്ളയടിച്ച് അവരെന്ത് ചെയ്തു? അവരുടെ രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്തു. അവിടെ നിന്ന് തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങളൊക്കെ അമിതമായ വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നു. വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥ നിയമങ്ങൾ, അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കി. വ്യവസായത്തിന് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റോഡുകൾ, പാലങ്ങൾ, റെയിൽ പാളങ്ങൾ പണിതു. ചരക്ക് ഗതാഗത സുഗമമാക്കി കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുറമുഖങ്ങളും വികസിപ്പിച്ചു. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ട സമയത്ത് തുറമുഖങ്ങൾ ഉണ്ടാക്കുകയും പാലങ്ങൾ നിർമ്മിക്കുകയും റോഡ് നന്നാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഇവിടുത്തെ വികസനത്തിന് വേണ്ടി അവർ നടത്തിയതാണോ? അല്ല. ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ കൃത്യസമയത്ത് അവരുടെ രാജ്യത്തേക്ക് കയറ്റി അയക്കണമെങ്കിൽ എന്താണ്, ഇവിടെ ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടാൽ മാത്രമേ അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്? ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു കേരളത്തിലായാലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായാലും ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നത്. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂര് മുതൽ തിരൂര് വരെ. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ എന്താണ് റെയിൽപാത എവിടെ മുതൽ എവിടെ വരെ? പഠിച്ചോളണം കേട്ടോ. ബേപ്പൂര് മുതൽ തിരൂര് വരെ നീണ്ടു കിടക്കുന്ന റെയിൽപാത 1861 നിർമ്മിച്ചത്. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനായിട്ട് വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഒക്കെ ഈ റെയിൽപാത ബ്രിട്ടീഷുകാര് ഉപയോഗപ്പെടുത്തി. ഇപ്പൊ ബേപ്പൂര് മുതൽ തിരൂര് വരെ 1861 നിർമ്മിക്കപ്പെടുന്നതെന്ന് കൂടി ഓർത്തു വെച്ചുകൊള്ളുക. ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി. പ്രാദേശിക നാടുവാഴികളെല്ലാം ജന്മിമാരുടെയും ഭൂ ഉടമകളെ കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെ മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമായി. ഇതിനോട് നടന്ന കലാപങ്ങളെ പറ്റി മുൻ അധ്യായങ്ങൾ ചർച്ച ചെയ്തതിൽ ഓർക്കും. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ലോഗൻ കമ്മീഷൻ ശുപാർശ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കി. മലബാർ കുടിയായ്മ നിയമം എന്ന നടപ്പിലാക്കിയ പഠിച്ചോളണം. 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കുന്നത്. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ കാലം മുതൽ ഭൂ ഉടമ ബന്ധങ്ങൾ മാറ്റം വരുത്തുന്നതിനും മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടക വക സർക്കാർ വക ഭൂമിയായി മാറി. ഈ പണ്ടക വക ഭൂമിയിൽ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ട് സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. പണ്ടാരപ്പാട്ട വിളംബരം എന്നത് അറിയപ്പെടുന്നു. അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാ? പഠിച്ചോടനെ 1865 തിരുവിതാംകൂർ സർക്കാർ അനുവദിച്ചതോടുകൂടി പണ്ടാരപ്പാട്ട വിളംബരം അഭിപ്രായപ്പെടുന്നു. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമം. ജന്മി കുടിയാൻ നിയമം എന്നാ 1896 ജന്മി കുടിയാൻ നിയമം പ്രകാരവും തിരുവിതാംകൂറിൽ ഭൂമിയുടെ മേൽ ഉടമസ്ഥ അവകാശം ലഭിച്ചു. അങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാർ തിരുവിതാംകൂറിൽ നാമമാത്രമായി ഉടമകളായി മാറി. ഇതിന് പകരമായി അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നു. എന്താണ് കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്? പഠിച്ചോളൂട്ടോ. 1914 കൊച്ചിയില് കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്. അപ്പൊ തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂറിൽ 1815 പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചിയില് 1914 കുടിയായ്മ നിയമം, മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം. അപ്പൊ പഠിക്കണേ, തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചിയിൽ 1914 കുടിയായ്മ നിയമം, മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം ഒക്കെ നിലവിൽ വരുന്നതിന് കാരണമായി. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. കേരള ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളം ധാരാളം ആവശ്യക്കാർ ഉണ്ടായി. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തോടെ നെല്ലിന്റെ ഉൽപാദനം കുറയുകയും പല പ്രദേശങ്ങളിൽ ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായി മരച്ചീനി കൃഷി വ്യാപിച്ചു. ഇതേ തുടർന്ന് ബ്രിട്ടീഷുകാരെ കനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്കും തോട്ടം ആരംഭിക്കാൻ ഈ തോട്ടത്തിൽ ഭൂരിഭാഗം ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും തിരുവിതാംകൂറിലെ കൊച്ചിയിലും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായിട്ട് മാറി. വ്യാപാര ആവശ്യത്തിനായി കപ്പലുകൾ നിർമ്മിക്കുന്ന വൻതോതിൽ തേക്ക് മരങ്ങൾ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ കളക്ടറായ ഹെൻറി വാറൻ കനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂരി മേഖലയ്ക്ക് 1500 ഏക്കറിലും കനോലി
തേക്ക് വെച്ച് പിടിപ്പിച്ചു. അപ്പൊ കനോലി പ്ലോട്ട് എവിടെയാ? അത് നിലമ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇത് പിന്നെ ഇന്ത്യ പിന്നീട് കനോലി പ്ലോട്ട് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ടം മേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. ഇതോടെ നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയെല്ലാം ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. എണ്ണയാട്ടു മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയിലും വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. അപ്പൊ എന്നാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമാകുന്നത്? 1859 കേരളത്തിലെ കയർ ഫാക്ടറി സ്ഥാപിതമായത്. ഫെറോ, കൊല്ലം, ഒല്ലൂർ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂർ, കോഴിക്കോട് കൈത്തറി നിർമ്മാണശാലകളും ബീഡി വ്യവസായവും കണ്ണൂരിൽ വളർന്നു വന്നു. 20-ാം നൂറ്റാണ്ട് പകുതിയോടെ ആധുനിക വ്യവസായശാല കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് അവയുടെ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി. പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ട ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായശാലകൾ നമുക്ക് നോക്കാം. ഒന്ന് പുനലൂർ പേപ്പർ മിൽസ് ആണ്, അതെവിടെയാ? കൊല്ലത്ത്. ഇനി കളമശ്ശേരി ഫാക്ട് എറണാകുളത്ത്, കുണ്ട്ര സിറാമിക്സ് കൊല്ലത്തില്, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയില്, അതുപോലെ തന്നെ അളഗപ്പ തുണി മില്ല് കൊച്ചിയില്. അങ്ങനെ വിവിധ തരത്തിലുള്ള വ്യവസായശാലകളും സ്ഥാപിക്കപ്പെട്ടു. മൂലധനം സ്വരൂപിക്കുന്നതിനും പണമിടപാട് സ്ഥാപനങ്ങളിൽ ബാങ്കുകൾ ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നു. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് കേരളത്തിൽ രൂപം കൊണ്ട ബാങ്ക് ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്കായിരുന്നു ആദ്യമായിട്ട് രൂപം കൊണ്ടത്. തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവയൊക്കെ കേരളത്തിൽ നിലവിൽ വരാനായിട്ട് തുടങ്ങി. അപ്പൊ ആദ്യത്തെ ബാങ്ക് ഏതായിരുന്നു? പഠിച്ചോളണം കേട്ടോ, നെടുങ്ങാടി ബാങ്കായിരുന്നു. യൂറോപ്യൻ വരവോടെ കേരളത്തിൽ അച്ചടികൾ ആരംഭിച്ചു. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു. ജെയിംസ് മിഷണറീസ്മാൻ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. പഠിച്ചോളണേ. അപ്പൊ ആരാണ് ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്നത്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. മലയാള ഭാഷയിൽ ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാദ്രിയാണ്. അപ്പൊ അർണോസ് പാദ്രിയാണ് ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത്. ആരാണ്? അർണോസ് പാദ്രിയാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. ഇതാണ് സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട പൂർണ്ണമായിട്ടുള്ള സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് പറയുന്നത്. മിഷണറിമാരെ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും. ബെഞ്ചമിൻ ബെയ്ലി എന്ത് ചെയ്തു? ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. അപ്പോ ഓർക്കുക, മിഷണറിമായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ പ്രസിദ്ധപ്പെടുത്തിയ രാജസമാചാരവും പശ്ചിമോദയവുമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ. അപ്പൊ ഈ ഒരു ഇത്രയും സ്ഥലത്ത് തന്നെ എത്ര പോയിന്റ് ആ നോക്കിക്കോളണേ, പഠിച്ചോളണം കേട്ടോ. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. പഠിക്കണേ. ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് കേട്ടോ, ഇത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പൊ തന്നെ പഠിച്ചു നോക്കണം. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് SCRT പഠിക്കാൻ പാടാണ്, പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദ്യമുത്തരമായിട്ട് SCRT കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ SCRT സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാദ്രിയാണ്. മലയാളത്തിൽ അച്ചടിച്ച സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും തയ്യാറാക്കി. അതുപോലെ തന്നെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയാണ് രാജസമാചാരവും പശ്ചിമോദയം. എന്താ രാജസമാചാരവും പശ്ചിമോദയത്തിന്റെ പ്രത്യേകത? മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് ഇവ എന്ന് ഓർക്കുക കേട്ടോ. ഇനി മിഷണറി പ്രവർത്തന മേഖലകൾ നമുക്കൊന്ന് നോക്കാം. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തന മേഖല തിരുവിതാംകൂർ ആയിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി പ്രവർത്തന മേഖല കൊച്ചി, തിരുവിതാംകൂർ ആയിരുന്നു. ബാസ ഇവലാഞ്ചിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറുമായിരുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജാതിഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആരംഭിച്ച തിരുവിതാംകൂറിലും കൊച്ചിയിലും ഭരണാധികാരികൾ മിഷണറി സംഘഭൂമി ദാനമായി നൽകി. തിരുവിതാംകൂറിലും കൊച്ചിയിലും നാട്ടുരാജാക്കന്മാരുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകൾ, കോളേജുകൾ സ്ഥാപിക്കുകയും ചെയ്തു. തിരുവിതാംകൂർ ഭരണാധികാരിയായ ഗൗരി പാർവതി ഫായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പൊ ആരാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്? ഗൗരി പാർവതി ഫായ് 1817. പഠിച്ചോളണം കേട്ടോ. ഗൗരി പാർവതി ഫായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു.
ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപ് കേരളത്തിൽ നിലനിന്നിരുന്ന ശിക്ഷാവിധികളെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അക്കാലത്ത് കുറ്റവിധ ജാതി അടിസ്ഥാനമാക്കി വിചാരണയും ശിക്ഷയും നടപ്പിലാക്കിയിരുന്നു. ഈ നീതിന്യായ വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ പരിഷ്കരിച്ചു. കുറ്റവാളിയുടെ വാദം കേട്ട ശേഷം കുറ്റത്തിന് സ്വഭാവത്തിനനുസരിച്ച് ഏകീകൃതമായി ശിക്ഷാവിധി നടപ്പിലാക്കാൻ തുടങ്ങി. ഇതോടെ ജാതിക്ക് അതീതമായി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായി. കേസുകൾ വിചാരണയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിൽ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ്. ഇക്കാലത്ത് തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലീഷിൽ നിന്ന് മരുന്ന് വരുത്താൻ കമ്പനിയെ തന്നെ രാജാവ് നിയമിച്ചു. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു. കേരളത്തിൽ ചില സമുദായങ്ങളിൽ നിന്നും പിന്തുടർച്ച മാതാവ് വഴിയുള്ള മരുമക്കത്തായമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതികൾ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരെ നിയമങ്ങൾ നിലവിൽ വന്നു. മക്കത്തായ സമ്പ്രദായത്തിനാണ് നിയമങ്ങൾ ഊന്നൽ നൽകിയത്. ഇത് പ്രകാരം തറവാട്ടിലെ എല്ലാ അംഗങ്ങളും സ്വത്തിന് മേൽ അവകാശം ലഭിച്ചു. ഇത് തറവാട്, കൂട്ടുകുടുംബം എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമായി. കേരളത്തിൽ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഭരണം സുഗമമാക്കാനുമുള്ള നടപടികളുടെ ഭാഗമായി ഈ പരിഷ്കരണങ്ങൾ എങ്കിലും കേരളീയ സമൂഹത്തിന്റെ ആധുനികരണത്തിന് ഇത് സഹായകമായി മാറി. മലബാറിൽ കേരളം ഞാൻ കവിഞ്ഞൊരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണം അടക്കുന്ന വഴിയിലൂടെ അവർണം നടന്നുകൂടാ. മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങളും. ആരുടെ വാക്കുകൾ അത്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 19ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ സാമൂഹിക അവസ്ഥ വിശദീകരിക്കുന്ന സ്വാമി വിവേകാനന്ദ മുകളിൽ പരാമർശിച്ചിരിക്കുന്നത്. ജാതി വ്യവസ്ഥയുടെ കർക്കശം അക്കാലത്ത് കേരളത്തിൽ ശക്തമായിരുന്നു. താഴ്ന്ന ജാതിക്കാർ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കണക്കിലാക്കിയിരുന്നു. ഒരു വ്യക്തിയുടെ സമൂഹത്തിന്റെ പദവി നിശ്ചയിച്ചിരുന്ന ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഓരോ ജാതിയിലും ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു. ആധുനിക വിദ്യാഭ്യാസ പ്രചരണവും പാശ്ചാത്യ ആശയങ്ങളുടെ സമ്പർക്കം മൂലവും ജാതി വ്യവസ്ഥയുടെയും അന്ധവിശ്വാസങ്ങളുടെയും യുക്തിരഹിതവും കേരളീയർക്ക് ബോധ്യമായി. സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും എല്ലാം ഇതാക്കുന്നതിന് വേണ്ടി പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ രൂപം കൊണ്ടു. പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളും അവരെ കുറിച്ച് നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് പഠിക്കണം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDP കുറിച്ചാണ് ഈ പറയുന്നത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, വാക്പടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, മന്നത്തു പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. വൈകുണ്ഠസ്വാമി സമത്വ സമാജം, ചട്ടമ്പിസ്വാമി കൂട്ടുകുടുംബ വ്യവസ്ഥയും മരുമക്കത്തായി എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു SNDP, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, വാക്പടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, മന്നത്തു പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമുദായിക മാറ്റത്തിനുള്ള സമരങ്ങൾ പ്രചോദനമേകി. മാറുമറയ്ക്കുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂർ ചാന സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതേ തുടർന്ന് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. അപ്പൊ എന്നാണ് തെക്കൻ തിരുവിതാംകൂറിലെ ചാന സ്ത്രീകളുടെ പോരാട്ടം വിജയിച്ചത്? 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാൻ ചാന സ്ത്രീകൾക്ക് ആര് അനുവാദം നൽകി? ഉത്രം തിരുനാൾ മഹാരാജാവ് അനുവാദം നൽകി കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണം കേട്ടോ. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹ്യ രംഗത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പൊ എന്നാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്? 1888. പഠിച്ചോളണം കേട്ടോ. എന്നാണ്? 1888. ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണന സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കാനുള്ള ഇതിന് കഴിഞ്ഞു. ജാതിഭേദ മതദേശം ഏതുമില്ലാതെ സർവരും സ്വതരത്തേന വാഴുന്ന മാതൃസ്ഥാനമാണെന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. എവിടെയാണ്? അരുവിപ്പുറത്തെ ക്ഷേത്രത്തിന് മുന്നിലാണ് ജാതിഭേദ മതദേശം ഏതുമില്ലാതെ സർവരും സ്വതരത്തെ വാഴുന്ന മാതൃസ്ഥാനമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചുകൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിച്ചു. അപ്പോൾ വായനശാലകളും
വിദ്യാലയങ്ങളും സ്ഥാപിച്ചുകൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിച്ചു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഈ പ്രഖ്യാപനം ആലുവയിലെ സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടി. അപ്പൊ ആലുവയിലെ സർവ്വമത സമ്മേളനത്തിലാണ് ശ്രീനാരായണ ഗുരു എങ്ങനെ അഭിപ്രായപ്പെട്ടത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്ന് ആലുവയില് സർവ്വമത സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. അതുപോലെ തന്നെ 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. ജാതിഭേദ മതദേശം ഏതുമില്ലാതെ സർവരും സാഹോദര്യത്തെ വാഴുന്ന മാതൃസ്ഥാനമാണെന്ന് പറഞ്ഞത് അരുവിപ്പുറത്തെ ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് കേട്ടോ. വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചുകൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും അഭിപ്രായപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണെന്ന് ഓർക്കുക. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കേരളം നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്നാ നടന്നേ? 1924. TK മാധവന്റെ നേതൃത്വം നടന്ന സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. എന്നാ സംഘടിപ്പിച്ചേ? സവർണ ജാഥ. ആരുടെ നേതൃത്വത്തിലാ? മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ. ഓർത്തോളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറയുന്നു, ആവർത്തിക്കുന്നു. മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടു. ഈ സമരങ്ങളെ തുടർന്ന് വൈക്കം ക്ഷേത്രത്തിന് മുന്നിൽ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കെ കേളപ്പന്റെ നേതൃത്വം ഗുരുവായൂർ സത്യാഗ്രഹം. ആരുടെ നേതൃത്വത്തിലാ? കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം 1931 എന്നാ 1931 AK ഗോപാലനായിരുന്നു ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ജനകീയ സമരങ്ങളെല്ലാം ഫലമായി 1936 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം എന്നാ നടന്നേ? പഠിച്ചോളണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 1936 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശനം പുറപ്പെടുവിച്ചു. തുടർന്ന് മദുരാശി ക്ഷേത്രങ്ങളിലെല്ലാം വിളംബര പ്രകാരം മലബാറിലും കൊച്ചിയിലും വിളംബരവും എല്ലാ വിഭാഗങ്ങൾക്കും ആരാധന സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പൊ ഇത്രയും പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭരണപരമായി ഏകീകരിക്കപ്പെട്ടതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ഏകീകൃത രൂപം കൈവന്നില്ല. മലബാറിലും ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറും റെസിഡന്റ്മാരുടെ പരോക്ഷമായ ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിൽ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തന സജീവം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റ് അധ്യക്ഷയെ പാലക്കാട് വെച്ച് നടന്നു. എവിടെയാണ്? 1916 പാലക്കാട്ട് വെച്ച് ആനി ബസന്റ് നേതൃത്വം നടന്നു. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ. മലബാർ നേതൃത്വം നൽകിയത്. 1920 മലഞ്ചേരി നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ പരിഷ്കരണവും കുടിയാൻ പ്രശ്നവും ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നതാണ് 1920. ഗാന്ധിജി ഷൗക്കത്ത് അലിയും കോഴിക്കോട് എന്തുമായി ബന്ധപ്പെട്ട് എത്തിയ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കട്ടളശ്ശേരി മുഹമ്മദ് മൗലവി, പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറി ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തപ്പെട്ടു. തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്ക് മലബാർ കർഷകരുടെ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾ നേതൃത്വം നൽകി. ഈ സമരങ്ങളെല്ലാം പൊതുവെ മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടും. മലബാർ കലാപം നടന്നെന്ന 1921. 1930കളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാർ ശക്തമായി. K കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു. അപ്പോ 1930 നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. മലബാറിൽ K കേളപ്പന്റെ നേതൃത്വത്തിൽ, പയ്യന്നൂരിൽ മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വം, കോഴിക്കോട് ഉപ്പ് നിയമം എന്ത് ചെയ്തു? ലംഘിക്കപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുകയും വിദേശ വസ്ത്രം ബഹിഷ്കരിക്കാനും മദ്യഷാപ്പ് പിൻവലിക്കാനും ഗാന്ധി പ്രചരണ നിയമലംഘനത്തിന്റെ ഭാഗമായി നടന്നു. 1934 ഗാന്ധി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിന് പ്രതിഷേധിച്ച് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂപപ്പെട്ടു. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അപ്പൊ ഓർക്കണേ, ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂപപ്പെടുകയും ഒക്കെ ചെയ്തത്. കർഷകരും തൊഴിലാളികളും സംഘടിപ്പിച്ച് ജന്മിത്തമാരും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സജ്ജരാക്കി. കയ്യൂർ, മൊഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. ക്വിറ്റിന്റെ സമരകാലത്ത് സർക്കാരിന്റെ കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും പാലങ്ങൾ തകർക്കുകയും ടെലിഗ്രാഫ് കമ്പനികൾ മുറിക്കുകയും തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിൽ ഉണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ട കീഴരിയൂർ ബോംബ് കേസ്. ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരാണ് നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു. 27 പേരെ ചേർത്ത് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റിന്റെ സമരവുമായി ബന്ധപ്പെട്ടതാണ്. KB മേനോനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട
ബുദ്ധി ഉറവിടം എന്ന് പറയപ്പെടുന്നു. കൂടെ കുഞ്ഞിരാമൻ കിടാവുമുണ്ട്. ഇനി ചേറ്റൂർ ശങ്കരൻ നായർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഇരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനം അദ്ദേഹം പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജാലിയൻവാല കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെച്ചു. ഗാന്ധിയൻ സമരങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചു. ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥം ആരുടേതാണ്? ചേറ്റൂർ ശങ്കരൻ നായരുടേതാണ്. അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുക. കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി കൂടിയാണ് അദ്ദേഹം എന്ന് ഓർത്തിരിക്കുക. ഇനി പൂക്കോട്ടൂർ യുദ്ധം. നിസ്സഹരണ ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂരിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി വടക്കേ വെട്ടി മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. തുടർന്ന് കലാപം ആരംഭിച്ചത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അടിച്ചമർത്ത ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറെ പ്രയാസപ്പെട്ടിരുന്നു. അപ്പോ നിസ്സഹരണ പ്രസ്ഥാനം ഖിലാഫത്ത് ശക്തമായ 1931 പൂക്കോട്ടൂർ യുദ്ധം നടക്കുന്നത്. മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് നടക്കുന്നത്? പൂക്കോട്ടൂർ യുദ്ധം നടക്കുന്നതെന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിച്ചത് 1891 മലബാർ മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ ജി പി പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. മലബാർ അപ്പൊ എന്താണ് തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിച്ച് തുടക്കം കുറിച്ച സംഭവമാണ് ഏത്? നമ്മുടെ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. എന്നത് 1891. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി ഈഴവ മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ചു. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേര് സ്വദേശാഭ്യം പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭം വളർന്നു വന്നു. സർക്കാർ ഉദ്യോഗങ്ങളും നിയമങ്ങളും ജനസംഖ്യ അനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. NV മുഹമ്മദ്, P കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉത്തരവാദമായുള്ള ഈ സമരം നടന്നത്. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജ്ജമാകാൻ തുടങ്ങി. ദിവാൻ സർ CP രാമസ്വാമി നായരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരവും തൊഴിലാളി രാഷ്ട്രീയ പ്രക്ഷോഭ രംഗത്തേക്ക് കടന്നു വന്നു. പുന്നപ്ര വയലാർ സമരം നടന്ന 1946 കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോളണം. ദിവാൻമാരെ ഷൺമുഖ ചെട്ടി വൈദ്യുതി വിതരണ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിന് നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോട് 1936 കൊച്ചിയിലും ഉത്തരവാദ ഭരണത്തിലും പ്രക്ഷോഭം ആരംഭിക്കുന്നത്. എന്നാൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകരിച്ചു. അപ്പൊ എന്നാണ് കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകരിക്കുന്നത്? 1941 S നീലകണ്ഠ അയ്യരും VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകരിക്കുന്നു. ഇക്കണ്ട വാര്യ, പനമ്പിള്ളി ഗോവിന്ദൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജപ്രജാമണ്ഡലത്തെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗം വായിച്ചുവല്ലോ. സ്ത്രീകളും കേരളം ഒട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ സജീവം പങ്കെടുക്കുകയും അവിടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വസ്ത്രം ബഹിഷ്കരിക്കാനും മദ്യഷോപ്പ് പിക്കറ്റിംഗ്, ആയിത്തോച്ചാടനം, ഹരിജൻ പുനരുദ്ധാരണം, ഖാദി പ്രചരണം എന്നിവയുടെ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1930 കോൺഗ്രസ് വടകര സമ്മേളനത്തിൽ ഭാഗമായി മഹിളാ സമ്മേളനം നടന്നു. എന്നാണ് മഹിളാ സമ്മേളനം നടന്നത്? 1931. കേരളത്തെ ആദ്യത്തെ മഹിളാ സമ്മേളനം അറിയപ്പെടുന്നത് മലബാറിലെ എവി കുട്ടിമാളും അമ്മയും തിരുവിതാംകൂറിൽ അക്കാമ ചെറിയൻ, ആനി മസ്കറിൻ തുടങ്ങിയവരും ദേശം സംസാരിക്കുന്നവരെ മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളെ ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. എന്ന് മുതൽ എന്ന് വരെ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ T പ്രകാശമായിരുന്നു സമ്മേളനം അധ്യക്ഷത വഹിച്ചത്. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. 1947 കേരള അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആലപ്പുഴയിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇത് തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിലും കൊച്ചിയിലും സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികളുടെ ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാട്ടി. അപ്പൊ 1.25 കോടി മലയാളികളുടെ ആര് ഗ്രന്ഥമാണ്? ഡോക്ടർ EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായി തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 എന്നാണ് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ
മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടക ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. എന്തായാലും മെട്രിന് നമുക്ക് അതുപോലെ തന്നെ 10th പ്രിലിംസിന് അടുത്ത സ്റ്റേജിൽ ഇതിനകത്ത് ഷുവർ കട്ടായിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാളെ നടക്കാൻ പോകുന്ന 10th പ്രിലിംസിനും 15ാം തീയതി നടക്കാൻ പോകുന്ന മെട്രിനും വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു റിവിഷൻ ആണ് നോക്കിയത് കേട്ടോ. നാളെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ പഠിക്കുക. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. എല്ലാവരും ടെൻഷനൊന്നും അടിക്കാതെ നല്ല കൂളായിട്ട് ഇരുന്നുകൊണ്ട് പരീക്ഷ അഭിമുഖീകരിക്കുക. മാക്സിമം നെഗറ്റീവ് ഒഴിവാക്കിക്കൊണ്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 10th പ്രിലിംസ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും കമ്പനി ബോർഡ് LGSന്റെ 200 ഡേ ചലഞ്ചിന്റെ ഭാഗമാവുക. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പഠിക്കാം. മാറ്ററിന് വേണ്ടിയുള്ളവർ പഠനം തുടർന്നുകൊണ്ടിരിക്കുക. 15ാം തീയതി നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കും. 15ാം തീയതി എക്സാം എഴുതാൻ പോകുന്ന മാറ്റർ പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ മാറ്റർ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. കമ്പനി ബോർഡ് LGSന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. 10th പ്രിലിംസിന് വേണ്ടവർ 10th പ്രിലിംസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. അപ്പം നമുക്ക് അടുത്തൊരു സെക്ഷൻ അടുത്തൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.